Hi friends, എല്ലാവർക്കും നമസ്കാരം. നാടൻ കിച്ചൺ കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ deepashyam. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് ആദ്യം തന്നെ നമുക്ക് വാഴക്കൂമ്പ് നല്ലതുപോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഞാൻ ഇവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു സവാള അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഗരം മസാല 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, പിന്നെ ഇതിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമായ ബ്രെഡ് ക്രംസും ഒരു 2 മുട്ട പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ പതപ്പിച്ച് വെച്ചതിനകത്ത് ഞാൻ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞതിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തൊരു ശകല ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ വാഴക്കൂമ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂമ്പ് റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചേക്കാണ്, അത് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കുറച്ച് ഉപ്പ്, നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ള മിക്സ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലേറ്റിനുള്ള മിക്സ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്തിയെടുക്കാം. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിന് പരത്തിയെടുക്കാം. അത് നമുക്ക് ഒരു ഉണ്ടയാക്കാം. ഉണ്ട ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ച് പരത്താം. അതിനുശേഷം നമുക്ക് മുട്ടയിൽ മുക്കി എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഇതേപോലെ
എല്ലാം ചെയ്തെടുക്കാം. അപ്പം ഞാനിതെല്ലാം ഒരേ ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ സൈഡ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലറ്റ് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് രണ്ട് ഭാഗവും മുരിഞ്ഞ് വന്നിട്ട് നമുക്കിനി കോരി പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ വാഴക്കൂമ്പ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും